ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനപ്പാണ് കാണിക്കുന്നത്. അതും 2 സ്റ്റെപ്പുള്ളത്. നമ്മുടെ ഫേസിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനും റിങ്കിൾസ് ഒക്കെ മാറാനും ഏജ് സ്പോട്ട് മാറാനും നല്ലതാണ്. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും റിങ്കിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനായിട്ടും ഷൈൻ ആയിട്ടിരിക്കാനും നല്ലതാണ്. അതൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഫേസൊക്കെ നോക്ക്, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, ഷൈൻ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഹണി ആഡ് ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ റോ മിൽക്ക് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ വയ്ക്കാം. അത് കഴിഞ്ഞ് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഫേസിലും കഴുത്തിലൂടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് മസാജ് ചെയ്യാം. ലൈറ്റായിട്ട് മസാജ് ചെയ്യണം. കാരണം ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഹാർഡൊക്കെ ആയിട്ട് മസാജൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫേസിൽ സ്ക്രാച്ചസ് ഒക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ മസാജ് ചെയ്താൽ മതി. പിന്നെ നമ്മളിങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ബ്ലാക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഫേസ് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനായിട്ടൊക്കെ നല്ലതാണ്. പതുക്കെ മസാജ് ചെയ്യുക. പിന്നെ മൂക്കിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ പതുക്കെ. കാരണം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ കണ്ണിനടിയിലൊക്കെ ഇങ്ങനെ മസാജൊക്കെ ചെയ്യുന്നത് കൊണ്ട് കണ്ണിനടിയിൽ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടൊക്കെ നല്ലതാണ്. 2 മിനിറ്റ് മസാജ് ചെയ്യുക. അപ്പോൾ ഞാൻ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫേസ് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഫേസൊക്കെ നമുക്ക് ഒറ്റ സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ നല്ല വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ 3 മണിക്കൂർ മുന്നേ ഒരു 2 ടീസ്പൂൺ ഉഴുന്ന് പാലിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് റോ മിൽക്കിലാണ് ഇട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഹണി ആഡ് ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം, ഒരു ഫേസ് പാക്കായിട്ട്. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം. ഫേസിൽ മാത്രമല്ല കഴുത്തിൻ്റെ അവിടെയും അപ്ലൈ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫേസിനൊരു കളറ് കഴുത്തിനൊരു കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ രണ്ടും ഈക്വലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫേസിലും കഴുത്തിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഫേസിലും കഴുത്തിലൂടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫേസ് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഫേസ് നോക്ക്, ഒറ്റ പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ നല്ല സ്മൂത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. ഒന്ന്, രണ്ടാമത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഏജ് സ്പോട്ട് മാറാനും റിങ്കിൾസ് മാറാനും നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ബ്ലാക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവല്ലോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചെറിയൊരു ഫാമിലിയിൽ അംഗമായിട്ട് മാറുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാം. അതുവരെ ബൈ.